ഡിയർ ട്രെയിനീസ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബേസിക് ടൂൾസുകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കായ ഫിറ്റിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ വർക്ക്സ് എന്ന ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഷീറ്റ് മെറ്റൽ? എങ്ങനെയാണ് ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നത്? Almost all sheet metal industries use large quantities of steel rolled into sheets of various thickness. മിക്കവാറും എല്ലാ ഷീറ്റ് മെറ്റൽ ഇൻഡസ്ട്രീസും വ്യത്യസ്ത തിക്നെസ്സിൽ, അതായത് വ്യത്യസ്ത കട്ടിയിൽ ഉള്ള ഷീറ്റ് മെറ്റൽ റോൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീലാണ് വലിയ അളവിൽ ഉപയോഗിക്കുന്നത്. ദീസ് ഷീറ്റ്സ് ആർ സംടൈംസ് കോട്ടഡ് വിത്ത് സിങ്ക്, ടിൻ ഓർ അതർ മെറ്റൽസ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. ഈ ഷീറ്റ് വ്യത്യസ്ത ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് സിങ്ക്, ടിന്ന് അതുപോലെയുള്ള മറ്റ് മെറ്റൽസ് കൊണ്ട് കോട്ട് ചെയ്യാറുണ്ട്. അതർ ദാൻ സ്റ്റീൽ ഷീറ്റ്, ഇൻഡസ്ട്രീസ് ഓൾസോ യൂസ് ഷീറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് സിങ്ക്, കോപ്പർ, അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ എക്സെട്ര. സ്റ്റീൽ ഷീറ്റുകൾക്ക് പുറമെ സിങ്ക്, ചെമ്പ്, അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച ഷീറ്റുകളും ഇൻഡസ്ട്രീസ് ഉപയോഗിക്കാറുണ്ട്. The term sheet metal generally applies to metal and alloys rolled into sheets of various thickness of less than 5 mm. Sheets of thickness over 5 mm are called plates. ഷീറ്റ് മെറ്റൽ എന്ന ടേം സാധാരണയായി 5 മില്ലിമീറ്ററിൽ താഴെയുള്ള വിവിധ തിക്നെസ്സിലുള്ള ഷീറ്റുകളിലേക്ക് റോൾ ചെയ്ത ലോഹങ്ങൾക്കും അലോയ്കൾക്കുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ 5 മില്ലിമീറ്ററിൽ കൂടുതൽ കട്ടിയുള്ള ഷീറ്റുകളെ പ്ലേറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഏർലിയർ ഷീറ്റ്സ് വർ സ്പെസിഫൈഡ് ബൈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പേഴ്സ്. നേരത്തെ ഷീറ്റുകളെ സ്പെസിഫൈ ചെയ്തിരുന്നത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പറുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു. ഈച്ച് ഗേജ് ഈസ് ഡിസൈൻഡ് വിത്ത് എ ഡെഫിനിറ്റ് തിക്നെസ്. ഓരോ ഗേജും വ്യത്യസ്ത തിക്നെസ്സിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. The larger the gauge number, the lesser is the thickness of the sheet. ഗേജ് നമ്പർ വലുതാണെങ്കിൽ അതിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ് വളരെ ചെറുതായിരിക്കും. Now a days the sheet thickness is directly specified in millimeter. എന്നാൽ ഇന്ന് ഷീറ്റിൻ്റെ തിക്നെസ് ഡയറക്റ്റായിട്ട് മില്ലിമീറ്ററിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. such as 0.4 mm, 0.5 mm, 0.63 mm, 0.8 mm, 0.9 mm, 1 mm, 1.12 അങ്ങനെയുള്ള മില്ലിമീറ്ററിലാണ് ഇന്ന് ഷീറ്റിൻ്റെ തിക്നെസ് സ്പെസിഫൈ ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഷീറ്റ്. ഏതൊക്കെ ടൈപ്പ് ഷീറ്റുകളാണല്ലോ നോക്കാം. ഫസ്റ്റ്, സ്റ്റീൽ ഷീറ്റ്. ദിസ് ഈസ് ആൻ അൺകോട്ടഡ് ഷീറ്റ് ഓഫ് മൈൽഡ് സ്റ്റീൽ ഹാവിങ് ബ്ലൂയിഷ് ബ്ലാക്ക് അപ്പിയറൻസ്. നീല കലർന്ന കറുപ്പ് നിറത്തിലുള്ള മൈൽഡ് സ്റ്റീലാണ് സ്റ്റീൽ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് അൺകോട്ടഡ് ഷീറ്റാണ്. ഇതിന് മുകളിൽ കോട്ടിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. The use of this metal is limited to articles that are to be painted or enameled. പെയിൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇനാമൽ ചെയ്യാനും മാത്രമായിട്ടുള്ള യൂസിന് ഈ ഒരു ഷീറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. ദ സിങ്ക് കോട്ടഡ് അയൺ ഷീറ്റ് ആർ നോൺ ആസ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ്. അയണിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിനെ പോപ്പുലറായിട്ട് GI ഷീറ്റ്, ഇതിനെ ഷോർട്ടായിട്ട് ഗാൽവനൈസ്ഡ് അയണിനെ ഷോർട്ടായിട്ട് GI ഷീറ്റ് എന്നും അറിയപ്പെടുന്നു. ദ സിങ്ക് കോട്ടിംഗ് റെസിസ്റ്റ് റസ്റ്റ്. ഈ സിങ്ക് കോട്ടിംഗ് അയണിനെ തുരുമ്പിക്കുന്നതിൽ നിന്നും റെസിസ്റ്റ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. ദീസ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ മേക്കിംഗ് വാട്ടർ പൈപ്പ്. ഈ ഷീറ്റ് കോമൺ ആയിട്ട് വാട്ടർ പൈപ്പ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ആർട്ടിക്കിൾസ് ലൈക്ക് പാൻസ്, ബക്കറ്റ്, ഫർണസ്, ക്യാബിനറ്റ്സ് ആർ ഓൾസോ മെയ്ഡ് യൂസിങ് GI ഷീറ്റ്. GI ഷീറ്റ് ഉപയോഗിച്ചിട്ട് പാന്, ബക്കറ്റ്, ചൂള, ക്യാബിനറ്റ്സ് പോലെയുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. കോപ്പർ ഷീറ്റ്. കോപ്പർ ഷീറ്റ്സ് ആർ അവൈലബിൾ എയ്തർ ആസ് കോൾഡ് റോൾഡ് ഓർ ഹോട്ട് റോൾഡ്. കോപ്പർ ഷീറ്റ് കോമൺ ആയിട്ടും കോൾഡ് റോളിലും ഹോട്ട് റോളിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കോൾഡ് റോൾഡ് ഷീറ്റ്സ് ആർ വർക്ക്ഡ് ഈസിലി. കോൾഡ് റോൾഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ആർ യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ഷോപ്പ്. ഇതാണ് ഷീറ്റ് മെറ്റൽ ഷോപ്പുകളിൽ ഉപയോഗിക്കുന്നത്. ഗട്ടേഴ്സ്, റൂഫ് ഫ്ലാഷിംഗ് ആൻഡ് ഹുഡ്സ് ആർ കോമൺ എക്സാമ്പിൾ വർ കോപ്പർ ഷീറ്റ് ഈസ് യൂസ്ഡ്. പിന്നീട് കോപ്പർ ഷീറ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ആണ് ഗട്ടേഴ്സ്, അതുപോലെ തന്നെ റൂഫിൻ്റെ ഫ്ലാഷിങ്ങിന് വേണ്ടിയിട്ട് ഹുഡ്സിൽ ഒക്കെ കോപ്പർ ഷീറ്റ് ഉപയോഗിക്കും.
അടുത്തതാണ് അലുമിനിയം ഷീറ്റ്. അലുമിനിയം ഷീറ്റ്സ് ആർ ഹൈലി റെസിസ്റ്റീവ് ടു കൊറോഷൻ. അലുമിനിയം ഷീറ്റും ഇതുപോലെ തന്നെ കൊറോഷനെ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്നതാണ് അലുമിനിയം ഷീറ്റ് എന്ന് പറയുന്നത്. വൈറ്റിഷ് ഇൻ കളർ ആൻഡ് ലൈറ്റ് ഇൻ വെയ്റ്റ്. അലുമിനിയം വെള്ള കളറിലാണ്, അതുപോലെ തന്നെ വളരെ വെയ്റ്റ് കുറഞ്ഞ ഒരു ഷീറ്റാണ് അലുമിനിയം ഷീറ്റ്. സിൻസ് അലുമിനിയം ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ ഇറ്റ് ക്യാൻ ബി ബെൻഡ് ടു എനി ഷേപ്പ് ഈസിലി. അലുമിനിയം ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിനെ ഏതൊരു ഷേപ്പിലേക്കും വളക്കാനും അതുപോലെ തന്നെ ഷേപ്പ് ചെയ്യാനും സാധിക്കും ഈസി ആയിട്ട്. അലുമിനിയം ഷീറ്റ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് സച്ച് ആസ് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്, ലൈറ്റ് ഫിക്സ്ചേഴ്സ്, വിൻഡോ എക്സെട്ര. അലുമിനിയം ഷീറ്റ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നത് ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസ്, അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉണ്ടാക്കാനും ലൈറ്റ് ഫിക്സ്ചേഴ്സ് അതുപോലെ തന്നെ വിൻഡോസ് ഒക്കെ ഉണ്ടാക്കാനാണ് സാധാരണയായിട്ട് അലുമിനിയം ഷീറ്റ്സ് ഉപയോഗിക്കുന്നത്. ടിൻ ഷീറ്റ്സ്. ടിൻ ഷീറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് അയൺ കോട്ടഡ് വിത്ത് ടിൻ ടു പ്രൊട്ടക്റ്റ് ദ അയൺ ഷീറ്റ് അഗെയിൻസ്റ്റ് റസ്റ്റ്. ടിൻ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗാൽവനൈസ്ഡ് അയൺ പറഞ്ഞതുപോലെ തന്നെ അയണിനെ കൊറോഷനിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് അയണിൻ്റെ മുകളിൽ ടിന്ന് കോട്ട് ചെയ്തിട്ടുള്ള ഷീറ്റിനെയാണ് ടിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ദ സൈസ് ആൻഡ് തിക്നെസ് ഓഫ് ദ ടിൻ ഷീറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ സ്പെഷ്യൽ മാർക്സ്, നോട്ട് ബൈ ഗേജ് നമ്പർ. ടിൻ ഷീറ്റിൻ്റെ സൈസും തിക്നെസ്സും ഗേജ് നമ്പറിലല്ല ഡിനോട്ട് ചെയ്യുന്നത്, പ്രത്യേക തരത്തിലുള്ള മാർക്കിലാണ് ഇതിൻ്റെ സൈസും തിക്നെസ്സും മാർക്ക് ചെയ്തിട്ടുള്ളത്. ടിൻഡ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഫുഡ് കണ്ടെയ്നേഴ്സ്, ഡയറി എക്യുപ്മെൻറ്റ്, ഫർണസ് ഫിറ്റിങ്സ് എക്സെട്ര. ടിൻ ഷീറ്റ്സ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഫുഡ് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഡയറി എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ ഫർണസ്, ചൂള ഫിറ്റിങ്സ്, ഇതിനൊക്കെയാണ് ടിൻ ഷീറ്റ് ഉപയോഗിക്കുന്നത്. ബ്രാസ് ഷീറ്റ്. ബ്രാസ് ഈസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് ഇൻ വേരിയസ് പ്രോപ്പർട്ടി. ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും അലോയാണ്. ഇറ്റ് വിൽ നോട്ട് കൊറോഡ് ആൻഡ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ക്രാഫ്റ്റ്. ഇത് കൊറോഷൻ നടത്തില്ല, അതായത് കൊറോഷനെ പ്രതിരോധിക്കില്ല. എന്നാൽ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ക്രാഫ്റ്റിനാണ് ബ്രാസ് ഷീറ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. സ്നിപ്സ്. ഷീറ്റ് മെറ്റൽ കട്ടിംഗ് ടൂളിനെയാണ് സ്നിപ്സ് എന്ന് പറയുന്നത്. എ സ്നിപ്പ് ഈസ് എ കട്ടിംഗ് ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് തിൻ ഷീറ്റ്സ് ഓഫ് മെറ്റൽ. കട്ടി കുറഞ്ഞ ഷീറ്റ് മെറ്റൽ കട്ട് ചെയ്യുന്ന ടൂളാണ് സ്നിപ്പ് എന്ന് പറയുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് സ്നിപ്പ്. സ്ട്രെയിറ്റ് സ്നിപ്പ്, ബെൻഡ് സ്നിപ്പ് ഓർ കർവ്ഡ് സ്നിപ്പ്, യൂണിവേഴ്സൽ സ്നിപ്സ്. ഇങ്ങനെ 3 ടൈപ്പ് സ്നിപ്സുകളാണ് ഉള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് സ്നിപ്പ്. ഇതാണ് സ്ട്രെയിറ്റ് സ്നിപ്പ്. ഒരു ടിപ്പിക്കൽ സ്ട്രെയിറ്റ് സ്നിപ്പിൻ്റെ പാർട്ടുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്ലേഡ്, ഹാൻഡിൽ, ബോൾട്ട്, അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഇടയിൽ കാണുന്ന ഭാഗം സ്റ്റോപ്പർ. ഇതാണ് സ്ട്രെയിറ്റ് സ്നിപ്പ്. ഹാൻഡിൽ, ബ്ലേഡ്, സ്റ്റോപ്പർ, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പാർട്ടുകളാണ് ഇതിനുള്ളത്. സ്ട്രെയിറ്റ് സ്നിപ്പ് ഹാവ് സ്ട്രെയിറ്റ് ബ്ലേഡ് ഫോർ കട്ടിംഗ് തിൻ ഷീറ്റ്. ഈ സ്ട്രെയിറ്റ് സ്നിപ്പിൻ്റെ ബ്ലേഡ് സ്ട്രെയിറ്റ് ബ്ലേഡ് ആയിരിക്കും. എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, പിക്ചർ കാണുന്ന പോലെ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ എക്സ്റ്റേണൽ കർവ്ഡ് കട്ട്. ബി പിക്ചർ നോക്കുക. എക്സ്റ്റേണൽ കർവ്ഡ് കട്ട്സിനെ എക്സ്റ്റേണൽ കർവിനെ കട്ട് ചെയ്യാനും ഈ സ്ട്രെയിറ്റ് സ്നിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ബെൻഡ് സ്നിപ്പ് ഓർ കർവ്ഡ് സ്നിപ്പ്. ബെൻഡ് സ്നിപ്സ് ഹാവ് കർവ്ഡ് ബ്ലേഡ്. ബെൻഡ് സ്നിപ്പിന് പേര് പോലെ തന്നെ കർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡാണ് ഉള്ളത്. ദീസ് സ്നിപ്സ് ആർ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇൻറ്റേർണൽ കർവ്. ഈ സ്നിപ്പ് ഉപയോഗിക്കുന്നത് ഇൻറ്റേർണൽ കർവ്സിനെ കട്ട് ചെയ്യാനാണ്. ആൻഡ് ഫോർ ട്രിമ്മിങ് എ സിലിണ്ടർ ഓൺ എ ഔട്ട്സൈഡ് ഓഫ് ദി കട്ട്. ഒരു കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ പുറത്തുള്ള സിലിണ്ടറിനെ ട്രിം ചെയ്തെടുക്കാനും ഈ ബെൻഡ് സ്നിപ്പ് അല്ലെങ്കിൽ കർവ്ഡ് സ്നിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ സ്നിപ്സ് ആർ യൂസ്ഡ് ഫോർ മോസ്റ്റ് ജനറൽ പർപ്പസ് വർക്ക്. ഇനി 3ാമത്തെ സ്നിപ്പാണ് യൂണിവേഴ്സൽ സ്നിപ്പ്. അത് ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള വർക്കിനാണ് യൂണിവേഴ്സൽ സ്നിപ്പ് ഉപയോഗിക്കുന്നത്. ദ ബെസ്റ്റ് സൈസ് ഓഫ് സ്നിപ്പ് ഫോർ ജനറൽ യൂസ് ഈസ് പെയർ ഓഫ് 300 mm ലോങ്.
ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്നിപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 300 mm ലോങ്ങിലുള്ളതായിരിക്കും. ഫോൾഡിംഗ് ടൂൾസ് കോമൺലി യൂസ്ഡ് ഇൻ ഫോൾഡിംഗ് ഓഫ് ഷീറ്റ് മെറ്റൽ ഫോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ആംഗിൾ സ്റ്റീൽ, ഫോൾഡിംഗ് ബാർ, സി ക്ലാമ്പ്, സ്റ്റേക്ക്, മാലറ്റ് എന്നിവ. നമ്മൾ കർവ്ഡ് സ്നിപ്പ് പറഞ്ഞു. കർവ്ഡ് സ്നിപ്പിൻ്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഫിഗർ 3A നോക്കുക. അതാണ് കർവ്ഡ് സ്നിപ്പ്. കർവ്ഡ് സ്നിപ്പിൻ്റെ ബ്ലേഡ് കർവ്ഡ് ബ്ലേഡ് ആയിരിക്കും. അത് കട്ട് ചെയ്യുന്ന രീതിയാണ് ഫിഗർ ബിയിൽ കാണിക്കുന്നത്. ഫിഗർ 4 യൂണിവേഴ്സൽ സ്നിപ്പ്, കോമൺ ജനറൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് യൂണിവേഴ്സൽ സ്നിപ്പ്. ഇനി ആംഗിൾ സ്റ്റീൽ എന്താണെന്ന് നോക്കാം. അതായത് ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യുന്ന ടൂളാണ് ആംഗിൾ സ്റ്റീൽ. 2 pieces of angles are used for folding sheet metal to an angle of 90 degree. ഷീറ്റ് മെറ്റലിനെ 90 ഡിഗ്രി ആംഗിളിലേക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് 2 പീസസ് ഓഫ് ആംഗിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ദീസ് ആംഗിൾസ് ആർ ഫിറ്റഡ് ഓൺ എ വൈസ് വിത്ത് ദ ഷീറ്റ് മെറ്റൽ ടു ബി ബെൻഡ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദി ആംഗിൾസ്. ഇങ്ങനെ ഈ 2 ആംഗിൾസ് ഒരു വൈസിൽ ഫിറ്റ് ചെയ്ത് ഈ 2 ആംഗിളിൻ്റെ ഇടയിൽ ബെൻഡ് ചെയ്യേണ്ട ഷീറ്റ് മെറ്റൽ വരത്തക്ക വിധം വെച്ചിട്ടാണ് 90 ഡിഗ്രി ആംഗിളിലേക്ക് ഫോൾഡ് ചെയ്യുന്നത്. ഫോർ ലോങ്ങർ ഷീറ്റ്സ് ലെങ്തി ആംഗിൾസ് വിൽ ബി യൂസ്ഡ് എലോങ് വിത്ത് ദ ക്ലാമ്പ് ഓർ ഹാൻഡ് വൈസ്. എന്നാൽ കുറച്ചുകൂടെ നീളം കൂടിയ ഷീറ്റുകൾ ബെൻഡ് ചെയ്യുന്നതിനായിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ക്ലാമ്പിലോ അല്ലെങ്കിൽ ഹാൻഡ് വൈസിലോ ഫിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൂളാണ് ഫോൾഡിംഗ് ബാർ. ഫോൾഡിംഗ് ബാർ എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യേണ്ട ഷീറ്റ് മെറ്റലിനെ ഒരു ഫോൾഡിംഗ് ബാറിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് ബെൻഡ് ചെയ്യിക്കുന്നത്. ഇങ്ങനെ ഫോൾഡിംഗ് ബാറിൽ ക്ലാമ്പ് ചെയ്തതിന് ശേഷം ഏതൊരു ഷേപ്പിലേക്കാണോ നമുക്ക് ബെൻഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ഒരു വുഡൻ ഹാമർ അല്ലെങ്കിൽ ഒരു മാലറ്റ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്തിട്ടാണ് ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൂളാണ് സി ക്ലാമ്പ്. എ ടിപ്പിക്കൽ സി ക്ലാമ്പ് ഈസ് യൂസ്ഡ് ആസ് എ ഹോൾഡിംഗ് ഡിവൈസ്. ഒരു ടിപ്പിക്കൽ സി ക്ലാമ്പ് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ദിസ് ക്ലാമ്പ് ഈസ് യൂസ്ഡ് വെൻ 2 pieces ഹാസ് ടു ബി സെക്യൂർലി ഹെൽഡ് ഓർ ഫിക്സ്ഡ് ടു വൺ അനദർ. ഈ ക്ലാമ്പ് 2 പീസസ് ഓഫ് ഷീറ്റ്സ് സെക്യൂറായിട്ട് ഒന്നിൻ്റെ മുകളിലേക്ക് ഹെൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനോ ആണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ് അക്കോർഡിംഗ് ടു ദ ഓപ്പണിംഗ് വിഡ്ത്ത് ഓഫ് ദി ജോസിൻ്റെ ഓപ്പണിംഗ് വിഡ്ത്തിനനുസരിച്ച് ഡിഫറെൻറ്റ് സൈസിൽ സി ക്ലാമ്പ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൂളാണ് സ്റ്റേക്ക്. സ്റ്റേക്സ് ആർ ടൂൾസ് യൂസ്ഡ് ഫോർ ബെൻഡിങ്, സീമിങ്, ഫോമിംഗ് ഓഫ് ഷീറ്റ് മെറ്റൽ ദാറ്റ് കനോട്ട് ബി ഡൺ ഓൺ എനി റെഗുലർ മെഷീൻ. ഏതൊരു റെഗുലർ മെഷീനും ഉപയോഗിച്ചിട്ട് ബെൻഡ് ചെയ്യാനോ സീമിങ് ചെയ്യാനോ ഫോമിങ് ചെയ്യാനോ പറ്റാത്ത ഷീറ്റ് മെറ്റലിനെ ബെൻഡ് ചെയ്യാനൊക്കെയാണ് സ്റ്റേക്ക് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഫോർ ദി എബോവ് പർപ്പസ്, അതായത് നമ്മൾ പറഞ്ഞ ബെൻഡിങ്, സീമിങ്, ഫോമിങ് പോലെയുള്ള പർപ്പസിനായിട്ട് ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള സ്റ്റേക്കുകൾ അവൈലബിൾ ആണ്. അവയാണ് താഴെ പറയുന്നത്. ഹാച്ച് സ്റ്റേക്ക്, സ്ക്വയർ സ്റ്റേക്ക്, ബ്ലോ ഹോൺ സ്ക്വയർ സ്റ്റേക്ക്, ബെവൽ എഡ്ജ് സ്ക്വയർ സ്റ്റേക്ക്. ഇവയൊക്കെ എന്താണ് നോക്കാം. ഒന്നാമത്തേത് ഹാച്ച് സ്റ്റേക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷാർപ്പ് ബെൻസ് ഓർ ബെൻഡിങ് എഡ്ജസ് ആൻഡ് ഫോർ ഫോൾഡിംഗ് ഷീറ്റ് മെറ്റൽ. ഷാർപ്പ് ബെൻഡിങ്ങിനായിട്ടാണ് ഹാച്ച് സ്റ്റേക്ക് ഉപയോഗിക്കുന്നത്. ഷാർപ്പ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ എഡ്ജസ് ബെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലിനെ ഫോൾഡ് ചെയ്യാനും ഒക്കെയാണ് ഹാച്ച് സ്റ്റേക്ക് ഉപയോഗിക്കുന്നത്. സ്ക്വയർ സ്റ്റേക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് ബെൻഡിങ് വർക്ക്. ജനറൽ ആയിട്ടുള്ള ബെൻഡിങ് വർക്ക്സിനാണ് സ്ക്വയർ സ്റ്റേക്ക് ഉപയോഗിക്കുന്നത്. ബ്ലോ ഹോൺ സ്റ്റേക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫോമിംഗ്, റിവറ്റിംഗ് ഓർ സീമിംഗ് ടേപ്പേർഡ് കോൺ ഷേപ്ഡ് ആർട്ടിക്കിൾസ് സച്ച് ആസ് ഫണൽ എക്സെട്ര. കോൺ ഷേപ്പിലുള്ളതും അതുപോലെ തന്നെ ഫണൽസ്, ഇതിലൊക്കെ ഫോമിങ്, റിവറ്റിംഗ്, സീമിംഗ് ഒക്കെ ചെയ്യാനാണ് ബ്ലോ ഹോൺ സ്റ്റേക്ക് ഉപയോഗിക്കുന്നത്. ബെവൽ എഡ്ജ് സ്ക്വയർ സ്റ്റേക്ക് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫോം കോർണർ ആൻഡ് എഡ്ജും കോർണറും ഒക്കെ ഫോം ചെയ്യാനാണ് ബെവൽ എഡ്ജ് സ്ക്വയർ സ്റ്റേക്ക് ഉപയോഗിക്കുന്നത്. മാലറ്റ്. എ മാലറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് വൈൽ ബെൻഡിങ് ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റലിന് ബെൻഡ് ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്യാനാണ് മാലറ്റ് ഉപയോഗിക്കുന്നത്. മാലറ്റ്സ് ആർ മെയ്ഡ് ഓഫ് വുഡ്, റബ്ബർ, കോപ്പർ എക്സെട്ര. മാലറ്റ് വുഡ് കൊണ്ടുള്ളതും റബ്ബർ കൊണ്ടുള്ളതും കോപ്പർ കൊണ്ടുള്ളതും ഉണ്ട്. സിൻസ് ദർ ആർ സോഫ്റ്റ് മെറ്റീരിയൽ ദേ വിൽ നോട്ട് ഡാമേജ് ദ ഷീറ്റ് സർഫസ് വൈൽ വർക്കിംഗ്. സോഫ്റ്റ് മെറ്റീരിയലിലാണ് മാലറ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷീറ്റ് സർഫസ്
ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ടൈപ്പിലുള്ള വുഡ്, റബ്ബർ, കോപ്പർ പോലെയുള്ള വിവിധ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് ഹാർഡ് മെറ്റീരിയൽ ആണെങ്കിൽ കോപ്പർ ഉപയോഗിക്കും. റബ്ബർ, വുഡ് പോലെയുള്ളത് സ്ട്രോങ് ആയിട്ടുള്ളത് സോഫ്റ്റ് മെറ്റീരിയൽസ് സ്ട്രൈക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരു മാലറ്റിൻ്റെ പിക്ചറാണ് കാണുന്നത്. നോച്ചസ്. എന്താണ് നോച്ചസ്? നോച്ചസ് ആർ ആംഗുലാർ സ്പേസസ് ഇൻ വിച്ച് ദ ഷീറ്റ് മെറ്റൽ ഇസ് റിമൂവ്ഡ്. ഷീറ്റ് മെറ്റൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആംഗുലാർ സ്പേസിനെയാണ് നോച്ചസ് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് മേക്കിംഗ് നോച്ചസ് ഈസ് ടു അലൗ ദ വർക്ക് ടു ബി ഫോംഡ് ടു ദ റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ്. ഒരു വർക്കിന് ആവശ്യമായി നമ്മളൊരു ഏതൊരു സൈസിലും ഷേപ്പിലും ഉള്ള വർക്കാണ് ഫോം ചെയ്യുന്നത്. ആ ഒരു വർക്കിനെ അലോ ചെയ്യുക എന്നുള്ളതാണ് നോച്ചസിൻ്റെ ഉദ്ദേശം. നോച്ചസ് പ്രിവെൻറ്റ് എക്സസ് മെറ്റീരിയൽ ഫ്രം ഓവർലാപ്പിംഗ് ആൻഡ് കോസിങ് ബൾഗ് അറ്റ് ദ സീം ആൻഡ് എഡ്ജ്. ഓവർലാപ്പിങ്ങിൻ്റെ സമയത്തും അതുപോലെ തന്നെ സീമിലും എഡ്ജിലും ബൾഗ് ഫോം ചെയ്യുന്നതിനും കാരണമാകുന്ന എക്സസ് മെറ്റീരിയലിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നോച്ചസ് ഉപയോഗിക്കുന്നത്. റിവറ്റിംഗ്. റിവറ്റിംഗ് ഈസ് വൺ ഓഫ് ദ സാറ്റിസ്ഫാക്ടറി മെത്തഡ് ഓഫ് മേക്കിംഗ് പെർമനൻറ്റ് ജോയിൻറ്റ് ഓഫ് ടു പീസസ്. രണ്ട് പീസസിനെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ടറി മെത്തഡാണ് റിവറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കസ്റ്റമറി ടു യൂസ് റിവറ്റ് ഓഫ് ദ സെയിം മെറ്റൽ ആസ് ദാറ്റ് ഓഫ് ദ പാർട്ട് ദാറ്റ് ആർ ബീയിങ് ജോയിൻഡ്. ഏത് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാർട്ട് ഏത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേ മെറ്റൽ തന്നെയാണ് റിവറ്റിങ്ങും സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. യൂസസ്. റിവറ്റിങ്ങിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിവറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് മെറ്റൽ ഷീറ്റ് ആൻഡ് പ്ലേറ്റ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക് സച്ച് ആസ് ബ്രിഡ്ജ്, ഷിപ്പ്, ക്രെയിന്, സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക്, ബോയിലേഴ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് ഇൻ വേരിയസ് അതർ വർക്ക്. റിവറ്റ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഫാബ്രിക്കേഷൻ വർക്കിൽ പ്ലേറ്റുകളും ഷീറ്റുകളും ജോയിൻ ചെയ്യാനാണ്. ഏതൊക്കെയാണ് ഫാബ്രിക്കേഷൻ വർക്ക്? ബ്രിഡ്ജസ്, ഷിപ്പ്, ക്രെയിന്, സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക്, ബോയിലേഴ്സ്, എയർക്രാഫ്റ്റ് തുടങ്ങിയ ഫാബ്രിക്കേഷൻ വർക്കിലാണ് റിവറ്റ്സ് ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽസ്. എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് റിവറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. ഇൻ റിവറ്റിംഗ് ദ റിവറ്റ്സ് ആർ സെക്യൂർഡ് ബൈ ഡീഫോമിംഗ് ദ ഷാങ്ക് ടു ഫോം ഹെഡ്. ഹെഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഷാങ്ക് ഡീഫോമിങ്ങിൽ നിന്നും റിവറ്റ്സ് സെക്യൂർ ആയിരിക്കും. ദിസ് ആർ മെയ്ഡ് ഓഫ് ഡക്റ്റൈൽ മെറ്റീരിയൽ ലൈക്ക് ലോ കാർബൺ സ്റ്റീൽ, ബ്രാസ്, കോപ്പർ ആൻഡ് അലുമിനിയം. റിവറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ടാണ്. കാർബൺ സ്റ്റീൽ, ബ്രാസ്, കോപ്പർ, അലുമിനിയം പോലെയുള്ള ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ടാണ്. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏതൊരു ഷേപ്പിലേക്കും മടക്കാനും പറ്റുന്ന മെറ്റീരിയലാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും ഡക്റ്റൈൽ മെറ്റീരിയൽ കൊണ്ടാണ് റിവറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ടൈപ്സ് ഓഫ് റിവറ്റ്. റിവറ്റ് ഏതൊക്കെ ടൈപ്പാണുള്ളത് നോക്കാം. 4 മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് റിവറ്റ്സ് ആർ ടിൻമെൻസ് റിവറ്റ്സ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്, റൗണ്ട് ഹെഡ് റിവറ്റ്, കൗണ്ടർ സങ്ക് ഹെഡ് റിവറ്റ്. ഇങ്ങനെ 4 ടൈപ്പ് റിവറ്റുകളാണ് ഉള്ളത്. മെത്തേഡ് ഓഫ് റിവറ്റിംഗ്. റിവറ്റിംഗ് മേ ബി ഡൺ ബൈ ഹാൻഡ് ഓർ ബൈ മെഷീൻ. റിവറ്റിംഗ് നമ്മൾ ഹാൻഡ് വെച്ചിട്ടും മെഷീൻ വെച്ചിട്ടും ചെയ്യും. വൈൽ റിവറ്റിംഗ് ബൈ ഹാൻഡ് ഇറ്റ് ക്യാൻ ബി ഡൺ വിത്ത് എ ഹാമർ ആൻഡ് റിവറ്റ് സെറ്റ്. ഹാൻഡ് കൊണ്ട് റിവറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മൾ ഹാമറോ അല്ലെങ്കിൽ റിവറ്റ് സെറ്റോ ആണ് ഉപയോഗിക്കുന്നത്. റിവറ്റ് സെറ്റ്. ദ ഷാലോ കപ്പ് ഷേപ്ഡ് ഹോൾ ഈസ് യൂസ്ഡ് ടു ഡ്രോ the sheet and the rivet together. The outlet on the side allow the slug to drop out. ഷീറ്റും റിവറ്റും ഒരുമിച്ച് വരയ്ക്കാൻ ആഴമില്ലാത്ത, അതായത് ഡീപ്പല്ലാത്ത കപ്പ് ആകൃതിയിലുള്ള ഒരു ഹോളാണ് ഉപയോഗിക്കുന്നത്. The outlet on the side allows the slug to drop out. സൈഡിലുള്ള ഔട്ട്ലെറ്റ് സ്ലഗിനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം ഇത്രയുമാണ് റിവറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു മൊഡ്യൂളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.